അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് നമ്മളത് സ്പെക് ഷീറ്റ് അല്ല പിന്നെ ഒരെണ്ണമുള്ളത് ടെക് പാക്ക്. അപ്പോൾ ഇതും ഫാഷൻ മെർച്ചൻഡൈസിങ്ങിൽ വരുന്ന രണ്ട് ടോപ്പിക്കാണ്. ഫാഷൻ മെർച്ചൻഡൈസിങ്ങായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് ടോപ്പിക്ക് തന്നെയാണത്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. ടെക് പാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ കമ്പനികളും അവരുടെ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിനും പിന്നെ അവരുടെ ബയേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് എന്ത് ടെക് പാക്ക് എന്ന് പറയുന്നത്. എന്തിനാന്ന് വെച്ചാൽ നമ്മളൊരു ഉൽപ്പന്നം ഇതിൽ ടെക് പാക്കിൽ മെയിനായിട്ടുണ്ടാകുക നമ്മളൊരു ഉൽപ്പന്നം എങ്ങനെ നിർമ്മിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഒക്കെ ഉണ്ടാവും അതിൽ. അപ്പോൾ അത് നമ്മൾ ഈ നിർമ്മാതാവുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന കാര്യങ്ങളാണ് നമുക്ക് ഈ ഗാർമെൻറ്റിൽ അല്ലെ ഈ പ്രൊഡക്റ്റിലുള്ളത് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈനർമാരാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ എന്താ ഉണ്ടാവുക, അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? അതിൽ ഡിസൈനർമാർ അതിന് കൃത്യമായിട്ടുള്ള അളവുകൾ നമ്മളിപ്പം ഗാർമെൻ്റ് ആണല്ലോ, അല്ലാത്ത കമ്പനികൾക്ക് അവരുടേതായിട്ടുള്ള ഇതായിരിക്കും. നമ്മളുടെ സംബന്ധിച്ച് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അല്ലെ അപ്പാരൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ അതിൽ അളവുകളുണ്ടാവും. പിന്നെ എന്തൊക്കെ മെറ്റീരിയലുകളാണ് വേണ്ടത്, ഏതൊക്കെ കളേഴ്സിൽ വേണം, എന്ത് ട്രിമ്മാണ് യൂസ് ചെയ്യേണ്ടത്, നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പം ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഈച്ച് ആൻഡ് എവരി സിംഗിൾ ആസ്പെക്റ്റ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അതായത് നമ്മൾ എന്ത് ലേബിൾസ് ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ ടാഗുകൾ എങ്ങനെയായിരിക്കണം, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ടെക് പാക്കിൽ ഉണ്ടാവും. അതിലുണ്ടാവണം, അതിൽ വിവരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്താ പ്രശ്നം, നമ്മളിപ്പം ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ പോയി കഴിയുമ്പം അവർക്ക് കൂടുതൽ ഡൗട്ട് ചോദിക്കേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ ഒരു ഓർഡർ വന്നു, ഒരു ഫ്രോക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അങ്ങോട്ട് കുറേ കാര്യങ്ങൾ ചോദിക്കണം അല്ലേ, എങ്ങനെ വേണം നെക്ക്, എങ്ങനെ വേണം സ്ലീവ്, അല്ലെങ്കിൽ എങ്ങനെയാണ് 2 പീസ് ഇതായിട്ടാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫ്രോക്ക് സിംഗിളായി ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമുക്ക് ചോദിക്കേണ്ടി വരും. പക്ഷേ ഈ ടെക് പാക്കിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ഒരു ഇൻഫോർമേറ്റീവ് ഷീറ്റാണ്. ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉള്ള സ്പെസിഫിക്കേഷൻ എല്ലാം ഉള്ളൊരു ഷീറ്റിനെയാണ് നമ്മൾ ടെക് പാക്ക് എന്ന് പറയാം. അപ്പം നമ്മൾ പറഞ്ഞു അത് ഡിസൈനറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് മാനുഫാക്ചർക്ക് കൊടുക്കും. അപ്പോൾ അവർക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇന്ന കാര്യങ്ങളാണ് ഈ പ്രൊഡക്റ്റിലുള്ളത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇത് ഒരു എക്സാമ്പിളാണ് കേട്ടോ, ടെക് പാക്കിൻ്റെ ഒരു എക്സാമ്പിളാണിത്. അപ്പോൾ ടെക് പാക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റൊരു ഷീറ്റിലായിരിക്കുമല്ലോ ഈ കാര്യങ്ങൾ ഉണ്ടാവുക. ഇതിലിപ്പോൾ ഉള്ളത് മെഷർമെൻറ്റ്സ് ആണ്. മെഷർമെൻറ്റുകൾ കണ്ടോ, ഫ്രണ്ടിൽ അതാ ബാക്ക് ഓൺ സെൻറ്ററിൽ നിന്ന് ബാക്കിലേക്ക് എത്ര പോകണം, സെൻറ്റർ ബാക്കിൽ നിന്ന്, അതായത് സെൻറ്റർ ബാക്കിൽ നിന്ന് ലെങ്ത് എത്രയുണ്ട്, പിന്നെ ഷോൾഡേഴ്സ്, ഹാഫ് വിഡ്ത്ത് ഓഫ് ചെസ്റ്റ്, എല്ലാ മെഷർമെൻറ്റ്സുകളും ഈച്ച് ആൻഡ് എവരി. നമ്മളിപ്പോൾ ചെസ്റ്റ് വേസ്റ്റ് ഹിപ്പ് എടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതിലാകുമ്പം കൃത്യമായിട്ടുള്ള അളവുകളും ഇത് കണ്ടോ, സൈസസ് അറിയാലോ, സ്മോൾ ഉണ്ടാവും, എക്സ്ട്രാ സ്മോൾ ഉണ്ടാവും, അതിൽ സ്മോൾ ഉണ്ടാവും, മീഡിയം, ലാർജ്, എക്സ്ട്രാ ലാർജ്, അങ്ങനെ പറഞ്ഞിട്ട് നമുക്കറിയാം സൈസ് നമ്മൾ സാധാരണ പറയുന്നത്. അപ്പം അതിൽ എത്ര മെഷർമെൻറ്റ് വേണം എന്നുള്ള കൃത്യമായിട്ടുള്ള അളവുകൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് കാരണം എന്ത് ചെയ്യുക, ഇതിപ്പം ഒരാൾക്ക് ഡൗട്ട് ചോദിക്കേണ്ട കാര്യം ഇല്ല, ഇതിലേതാ വേണ്ടത്, അവർ ചെയ്യുന്ന ആൾക്ക് ഇതിലിപ്പോൾ എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ഇതിപ്പം ആവശ്യമുണ്ടോ എന്ന കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അതിൽ എല്ലാം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, മെഷർമെൻറ്റ് മാത്രമല്ല, ഞാൻ പറഞ്ഞ എല്ലാം ട്രിമ്മുകളും കളേഴ്സ് ഏത് യൂസ് ചെയ്യണം എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് നമുക്ക് ഏത് സ്റ്റൈലിന് വേണമെങ്കിലും നമുക്ക് ടെക് പാക്ക് ക്രിയേറ്റ് ചെയ്യാം അല്ലേ. അത് തന്നെ ആയിരിക്കണം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫോളോ ചെയ്യേണ്ടത്. എല്ലാ മാനുഫാക്ചറിങ് പ്രോസസ്സും ഈ ടെക് പാക്കിന് അനുസരിച്ച് ആയിരിക്കണം. ഓക്കെ, അപ്പം ടെക് പാക്കിൽ ഇന്ന കാര്യങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സാധനങ്ങൾ അവിടെ റിക്വയർഡ് ആയിരിക്കണം. അല്ലാതെ ആ പ്രൊഡക്റ്റിന് ചെയ്യാനുള്ള ഇന്ന റോ മെറ്റീരിയൽ അല്ലെ ഇന്ന കാര്യങ്ങൾ അവിടെ ഇല്ല, അങ്ങനെ വരാൻ പാടില്ല. അപ്പം ഇതൊക്കെ ആദ്യമേ മെർച്ചൻഡൈസേഴ്സ് എന്ത് ചെയ്യണം,
മെർച്ചൻഡൈസറിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ, നമ്മൾ പറഞ്ഞല്ലോ നല്ല മെർച്ചൻഡൈസറാണ് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കേണ്ടത്. അപ്പോൾ മെർച്ചൻഡൈസറിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ത്, ഈ ടെക് പാക്കിൽ അനുസരിച്ചിട്ടുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആക്കേണ്ടത്. ഓക്കെ, അപ്പം ഇതിനനുസരിച്ചുള്ള എല്ലാ റിക്വയർഡ് ക്വാണ്ടിറ്റിയും നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അവൈലബിൾ ആക്കണം. പിന്നെ എന്താ ചെയ്യേണ്ടത്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് എന്ത് ചെയ്യുക, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് ഫോർ പ്രസൻറ്റേഷൻ. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ പറയുന്നത് നമുക്കിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് സംശയം തോന്നും, അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംശയം തോന്നും. പക്ഷേ ഇവിടെ എന്താ, ഒന്നും നമുക്ക് ചോദിക്കേണ്ടി വരില്ല. കാരണം ടെക് പാക്ക് എന്ന് പറയുന്നത് എല്ലാ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്ത കാരണം നമുക്ക് കംപ്ലീറ്റ് ഇൻഫർമേഷനാണ്. അതുകൊണ്ട് നമുക്കൊരു സംശയം അല്ലെങ്കിൽ ഇതിന് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു എന്ത് ആഡ് ചെയ്യണം അല്ലെ എന്ത് വേണ്ട എന്നുള്ള കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട ഒരു കാര്യവും അതിലില്ല. അപ്പോൾ നമ്മളുടെ ഒരു പിന്നെ ഗുണം എന്തൊക്കെയാണ്, ഇതിൻ്റെ ഗോളെന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പിൾസ് ഉണ്ടാക്കുന്നത് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, കോസ്റ്റ് കുറയും അല്ലേ, പ്രൊഡക്ഷൻ ടൈം നമുക്ക് കുറച്ചും കൂടെ വേഗത്തിലാക്കാം. കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യമേ അവൈലബിൾ ആക്കി വയ്ക്കും. പിന്നെ ഒരുപാട് സാമ്പിൾസ് ഉണ്ടാക്കണ്ട, നമ്പർ കുറയ്ക്കാം, നമുക്ക് മിനിമൈസ് ചെയ്യാം. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ഉണ്ടാക്കുന്ന ഗാർമെൻറ്റിൻ്റെ മുന്നേ ഉണ്ടാക്കുന്നതിന് നമ്മൾ പ്രോട്ടോടൈപ്പ് സാമ്പിൾ എന്ന് പറയാം. അപ്പം അത് ഉണ്ടാക്കുമ്പം ചിലപ്പം മാറ്റി മാറ്റി ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ഉദ്ദേശിച്ച സാധനം ആയില്ലെങ്കിൽ, അല്ല നമ്മൾ ഉദ്ദേശിച്ചല്ല അവരുദ്ദേശിച്ചതല്ലെങ്കിൽ നമ്മൾ ആ പ്രോട്ടോടൈപ്പ് പിന്നെയും മാറ്റി മാറ്റി ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ടെക് പാക്കിൽ. അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആക്കി നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടെ നമുക്കത് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ടെക് പാക്കിൽ എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന്, ടെക് പാക്കിൽ ഒരു ഷീറ്റ് ആയിരിക്കുമല്ലോ അത് 6-7 പാർട്ടുകൾ ഉണ്ടാവും. ടെക് പാക്ക് എന്ന് പറയുമ്പോൾ ഒരു കവർ പേജ് ഉണ്ടാവും, പിന്നെ അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ ഡീറ്റെയിൽസ് മൊത്തം ഉണ്ടാവുക. ഓക്കെ, അതിൻ്റെ നമ്മൾ ഗാർമെൻറ്റ് എങ്ങനെയായിരിക്കണം, പിന്നെ എന്തൊക്കെയാണ് ഗാർമെൻറ്റിൻ്റെ നമ്മൾ സ്പെസിഫിക്കേഷൻ പറയുമല്ലോ, ഇന്ന കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സംശയങ്ങളൊന്നും വരില്ല. പിന്നെ ബിൽ ഓഫ് മെറ്റീരിയൽ ഇമ്പോർട്ടൻ്റ് ആട്ടോ, BOM എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ട്, എന്തൊക്കെ കോമ്പണൻസ് വേണം, ഇത് കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആവശ്യമുണ്ട്, അതിന് അല്ലെങ്കിൽ പ്രൊഡക്റ്റിന് നമുക്ക് സർവീസ് ചെയ്യാനുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളെയും എന്തൊക്കെ ചെയ്യണം എന്നുള്ള എല്ലാം, അതെങ്ങനെ അസംബിൾ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു ബിൽ ഓഫ് മെറ്റീരിയൽ ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ളൊരു സ്ട്രക്ചറും എല്ലാ കാര്യങ്ങളും നമ്മൾ അതിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ 1 വേർഡിൽ എപ്പോഴും ചോദിക്കുന്ന, അതിൽ റോ മെറ്റീരിയലിലെ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ എന്താ, ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എന്താണ് ഇന്നത് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അതിനാണ് നമ്മൾ ഇൻവെൻട്രി എന്ന് പറയുക. അപ്പോൾ റോ മെറ്റീരിയൽസ് വേണം, അത് പിന്നെ എന്തെങ്കിലും അസംബ്ലീസ് അത് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ പാർട്സുകൾ എല്ലാം ഉള്ളതാണ് ബിൽ ഓഫ് മെറ്റീരിയൽ. പിന്നെ ഇതിൽ കളർവേ സ്പെസിഫിക്കേഷൻസ്, കളർവേ എന്ന് പറഞ്ഞാൽ എന്താ, അപ്പോൾ കളർവേ സ്പെസിഫിക്കേഷനിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, ഇതിൽ നമ്മൾ എങ്ങനത്തെ കളേഴ്സാണ് യൂസ് ചെയ്യുന്നത് അല്ലേ, അതിൻ്റെ ഷെയ്ഡ്സുകൾ ഇന്ന ഷെയ്ഡ്സുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏതാണ് ഫ്രണ്ട് ആൻഡ് ബാക്കിന് ഉപയോഗിക്കുന്നത്, ഫ്രണ്ട് ഗാർമെൻറ്റിന് ബാക്കിന്. അപ്പോൾ ഒരു CAD കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ പോലത്തെ ഒരു CADൻ്റെ ഡ്രോയിങ്സും അതിനകത്ത് ഉണ്ടാവും. കാരണം ഇന്ന പ്രൊഡക്റ്റ് ഇതുപോലെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ സാമ്പിൾ നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് എല്ലാത്തിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മുടെ ആക്ച്വൽ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നമ്മൾ ആദ്യം സാമ്പിൾ ഉണ്ടാക്കും, അതായത് പ്രോട്ടോടൈപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക. നിങ്ങൾ ഈ ബിൽ ഓഫ് മെറ്റീരിയൽ ഇതൊക്കെ എക്സ്പ്ലനേഷൻ ചോദിക്കും കേട്ടോ, BOM എന്താണെന്ന്. ബിൽ ഓഫ് മെറ്റീരിയൽ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വേർഡ്, ബിൽ ഓഫ് മെറ്റീരിയൽ. പിന്നെ ടെക് പാക്കിന് എന്തൊക്കെയാണ് ടെക് പാക്ക് പ്രോസസ്സ് അതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ടെക് പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു മാസ്റ്റർ ഡോക്യുമെൻറ്റാണ്. അത് ക്വാളിറ്റി അഷുറൻസിൻ്റെ സമയത്തൊക്കെ നമ്മൾ QAയുടെ സമയത്ത്
നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് എന്ത് ടെക് പാക്ക്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പ്രൊഡക്റ്റ് എന്താണ്, അല്ലെ എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പം യൂസർ ഫ്രണ്ട്, അതായത് നമ്മുടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലാത്ത എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ നമ്മൾ അതിൽ വെച്ചിട്ടുണ്ടോ, എല്ലാ കാര്യങ്ങളും നമുക്കത് നോക്കിയാലും മനസ്സിലാവും. പിന്നെ നമുക്കറിയാം നമ്മളെ സാമ്പിളിൽ എങ്ങനെയാണ് മെഷർമെൻറ്റ്സിന് നമ്മൾ ടോളറൻസ് ഇടണം അല്ലേ, എക്സ്ട്രാ നമ്മൾ കുറച്ച് ഇടും. അത് ചിലപ്പം നമ്മൾ ടെക് പാക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ഉള്ളതാണ് സ്പെക് ഷീറ്റ്. സ്പെക് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതും ഈ ഒരു പിന്നെ ഇതുപോലെ തന്നെ, അതായത് ടെക് പാക്കിൽ നമ്മളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്പെക് ഷീറ്റിൽ എന്തായിരിക്കും, നമ്മളെ ടെക്നിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, നമ്മളെ മെഷീനറികൾ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ കോമ്പണൻസ്, അതൊക്കെ ഉള്ളത്. പിന്നെ നമ്മുടെ ഗാർമെൻറ്റിൻ്റെ ഒരു പിക്ചർ ഉണ്ടാവും, ഗാർമെൻറ്റിൻ്റെ 2D പിക്ചർ അല്ലെങ്കിൽ 3D, മൊത്തം സൈഡ് എങ്ങനെ ഉണ്ടാവും ഗാർമെൻറ്റ്, അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ എങ്ങനെ ഉണ്ടാവും, അങ്ങനത്തെ ഒരു പിക്ചറും കൂടെ നമ്മൾ ഈ സ്പെക് ഷീറ്റിൽ ഉണ്ടാവും. അത് നമ്മളൊരു ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ സ്പെക് ഷീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അതായത് നമ്മുടെ പ്രൊഡക്റ്റ് എന്താ, ഒരു ഗാർമെൻ്റ് ആയിരിക്കും അല്ലേ, അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ആണ്. അപ്പോൾ അതിലാണ് നമ്മളപ്പോൾ എല്ലാ കാര്യങ്ങളും, അതിൽ ഉണ്ടാക്കാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റാഫ് ഉണ്ടാവും അല്ലേ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫിനൊക്കെ ഇതിൽ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും എല്ലാ കാര്യങ്ങളും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെക് പാക്കിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു. പക്ഷേ സ്പെക് ഷീറ്റിൽ അന്ന് എങ്ങനെയാണ്, ആ ഗാർമെൻറ്റിൻ്റെ 3D വ്യൂവും 2D വ്യൂവും ഒക്കെ ഉണ്ടാവും. പിന്നെ അതിലെന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എല്ലാം ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുള്ളത്. അതിനാണ് നമ്മൾ സ്പെക് ഷീറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് എക്സാമ്പിൾ ഞാൻ ഒരു പിക്ചർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫുൾ ഗാർമെൻറ്റിൻ്റെ ഒരു ഇതാണ്, ഫ്രണ്ട് ബാക്കും ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നമുക്കതിൽ കാണാം. നമ്മൾ പറഞ്ഞു മെറ്റീരിയൽ, ട്രിമ്മുകൾ എങ്ങനെ ഉപയോഗിക്കണം ഒക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും സ്പെക് ഷീറ്റിൽ. ഇത് കണ്ടോ, ഇതിലിപ്പം ഒരു ഇതാണ്, ഒരു ജാക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെക് ഷീറ്റ്, ഒരു എക്സാമ്പിളാണ് ഇത്. അപ്പം ഇതിൽ ഫ്രണ്ടിൽ പോക്കറ്റ്സ് ഉണ്ട്, പിന്നെ ഇവിടെ ഏതൊരു സ്റ്റിച്ച് വരുന്നുണ്ട് അല്ലേ, ഫ്രണ്ടിലൊരു സ്റ്റിച്ച് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും വരച്ച്, അല്ലെങ്കിൽ അത് നമ്മൾ കമ്പ്യൂട്ടറിലായിരിക്കും ചെയ്യുക, ക്യാഡിലായിരിക്കും ചെയ്യുക. ക്യാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ്, CAD, ക്യാഡ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ ക്യാഡ് എന്നുള്ളത്. കാരണം നമ്മൾ ഇപ്പോഴത്തെ ഒരു ഇങ്ങനത്തെ ഒരു ഇപ്പോൾ പുതിയ പുതിയ ടെക്നോളജി വന്നല്ലോ, അപ്പോൾ നമ്മളെല്ലാം വരച്ചിട്ടായിരിക്കില്ല സ്പെസിഫിക്കേഷൻ കൊടുക്കുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിലാണ് ഡിസൈൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പം ഇതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അപ്പം ഗാർമെൻറ്റിനെ കുറിച്ച് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് കൂടുതലായിട്ട് ഒരു സംശയങ്ങളൊന്നും ചോദിക്കേണ്ട കാര്യം വരുന്നില്ല. ഈ 3D പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് കംപ്ലീറ്റ് ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ സ്പെസിഫിക്കേഷൻ ഷീറ്റ് എന്താണെന്നും പിന്നെ ടെക് പാക്ക് എന്താണെന്നും നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. അധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല ഇതിൽ, എക്സാമിനൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതല്ല. പക്ഷേ എന്താണെന്നറിയണം, ഗാർമെൻറ്റിൻ്റെ സ്പെക് ഷീറ്റും പിന്നെ ടെക് പാക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് തന്നെയാണ്, ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും ഒരു ഇതിൽ സ്പെക് ഷീറ്റിൽ. പിന്നെ നമ്മൾ ആദ്യം എന്തായിരുന്നു ചെയ്യുക, ആദ്യം നമ്മൾ സാമ്പിൾസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിലാണ് നമ്മൾ അടുത്തതിലേക്ക് ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ ആക്ച്വൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഇത് ക്വാളിറ്റി കൺട്രോളിൻ്റെ ഭാഗമായിട്ട് എല്ലാം നമ്മൾ ക്ലിയർ ആയതിന് ശേഷമാണ് നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഓർഡർ വന്നിട്ട് നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അത് അങ്ങനെയല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മളതിന് പ്രോട്ടോടൈപ്പ് സാമ്പിൾ ആദ്യം ഉണ്ടാക്കും. ഓക്കെ, പിന്നെ നമ്മൾ പാക്കേജിങ് ഓരോ ഗാർമെൻറ്റിനും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് ചെറുതായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പാക്കേജ് ചിലപ്പോൾ
അങ്ങനെ പറഞ്ഞിട്ടൊരു പാക്കിംഗ് ഉണ്ട് അല്ലേ. നമ്മൾ ചില ഈറ്റബിൾസൊക്കെ കാണൂലേ, അത് സാധനം ഇങ്ങനെ കവർ മേളിലോട്ട് പൊന്തിയിരിക്കുന്ന ടൈപ്പ്, അങ്ങനത്തെ ഞാൻ സ്റ്റാൻഡപ്പ് എന്ന് പറയാം. പിന്നെ ഫ്ലാറ്റ് പാക്ക്, കാരണം ഷർട്ടൊക്കെ എങ്ങനെയാണ് അങ്ങനെ എന്താ വേർട്ടിക്കലായിട്ടായിരിക്കില്ല അതിൻ്റെ പാക്കേജ് അല്ലേ. ഷർട്ടൊക്കെ ഒരു ബോക്സ് പോലത്തെ ആയിരിക്കും, ട്രൗസേഴ്സൊക്കെ. പിന്നെ ബ്ലേസർ, കോട്ടുകളൊക്കെ എങ്ങനെയാണ് ഒരു ഹാങ്ങർ പാക്ക്, ഒരു ഹാങ്ങർ ഉണ്ടാവും, പിന്നെ ഒരു കവറിങ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിലൊരു സിബ് ഉണ്ട്. സിബ് അഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലായിരിക്കും ആ ബ്ലേസർ അല്ലെങ്കിൽ കോട്ട് ഉണ്ടാവുക. കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, കുട്ടികളുടെ ഒക്കെ വാങ്ങുമ്പോൾ കാണാം പിന്നെ ബ്ലേസേഴ്സൊക്കെ ഉള്ളത്. സ്യൂട്ട് പോലത്തേനൊക്കെ ഒരു ഹാങ്ങർ പാക്കിലാണ് അത് വരിക. പിന്നെ സെമി സ്റ്റാൻഡപ്പ് പാക്ക്, അത് ഷർട്ട്സ് ചിലപ്പം സെമി സ്റ്റാൻഡപ്പ് പോലത്തെ പാക്കിലായിരിക്കും. പിന്നെ ഹാഫ് ഫോൾഡ് പാക്ക്, അത് പാൻസൊക്കെ ചിലപ്പം അങ്ങനത്തെ ഒരു പാക്കിങ്ങിലായിരിക്കും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ, നിങ്ങളുടെ ഇതിൽ നോക്കിയാൽ മതി. പാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കാണിക്കുമ്പം തന്നെ അതിൽ വരും, കുറേ പിക്ചേഴ്സ് വരും. പിന്നെ കാർട്ടൺ എന്ന് പറഞ്ഞാൽ എന്താ? കാർട്ടൺ എന്ന് പറഞ്ഞാൽ ഈ വലിയ ബോക്സസിനെയാണ് നമ്മൾ കാർട്ടൺ എന്ന് പറയുക. അപ്പോൾ വലിയ ക്വാണ്ടിറ്റിയിലുള്ള ഇത്രയും പ്രൊഡക്റ്റുകൾ നമ്മൾ പിന്നെയും വലിയൊരു ബോക്സിലാക്കിയിട്ടാണ് ഷിപ്മെൻറ്റ് ചെയ്യുക അല്ലേ, അറിയാലോ. നമ്മൾ വലിയ ബോക്സസ് ഉണ്ടാവും, വലിയ ബോക്സ്, കാർഡ്ബോർഡ് പോലത്തെ കട്ടിയുള്ള വലിയ ബോക്സസിൻ്റെ അകത്തായിരിക്കും നമ്മുടെ ബൾക്ക് ക്വാണ്ടിറ്റിയുള്ള ഗാർമെൻറ്റ്സൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ട് ഷിപ്മെൻറ്റ് ചെയ്യുക, അങ്ങോട്ട് നമ്മൾ അയക്കുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കാർട്ടൺ പാക്കിങ് ആവശ്യമാണ്. അപ്പോൾ അതിലുള്ള 4 ടൈപ്പാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ സോളിഡ് കളർ, സോളിഡ് സൈസ്. അപ്പോൾ സോളിഡ് കളർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പർട്ടിക്കുലർ കളർ മാത്രമായിരിക്കും ആ കാർട്ടണിൽ ഉണ്ടാവുക. പിന്നെ സോളിഡ് സൈസ്, ഒരു പർട്ടിക്കുലർ സൈസ്, അതായത് ഇപ്പോൾ റെഡ് കളറിലുള്ള ടീഷർട്ടാണ് നമുക്ക് ഓർഡർ വിചാരിക്കുക. അപ്പം നമ്മൾ പാക്കിംഗ് നമ്മൾ പറയും, അവരോട് പറയും നമ്മൾ ഇന്ന കാർട്ടണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സോളിഡ് കളർ സോളിഡ് സൈസ് പാക്ക്. അപ്പോൾ അതിലെങ്ങനെയായിരിക്കും, റെഡ് കളറാണ് നമ്മൾ പല കളേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ റെഡ് കളറിലുള്ള 40 സൈസുകൾ മാത്രം ഒന്ന് പാക്ക് ചെയ്യും. അതിനാണ് നമ്മൾ എന്താ പറയുക, സോളിഡ് കളർ സോളിഡ് സൈസ് പാക്ക്. ഒരു സിംഗിൾ കളർ സിംഗിൾ സൈസിലുള്ളത്, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ മറ്റേതിൽ ചിലപ്പം വേറെ സൈസിലായിരിക്കും ഉണ്ടാവുക, റെഡ് തന്നെ വേറെ സൈസിലുള്ളതായിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് സോളിഡ് കളർ സോളിഡ് സൈസിൽ വരുന്നത്. ഒരു സിംഗിൾ കളറും സിംഗിൾ സൈസും, എല്ലാ സൈസും 38, 40, 42 എല്ലാ റെഡും കൂടെ ഒരുമിച്ചിടൂല. ഒരു പർട്ടിക്കുലർ സൈസും പർട്ടിക്കുലർ കളറും മാത്രം ഒരു കാർട്ടൺ ആക്കും. പിന്നത്തതോ സോളിഡ് കളർ അസോർട്ടഡ് സൈസ് പാക്ക്. അതിലെങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പം റെഡ് കളർ എടുത്തു, ഒരു പർട്ടിക്കുലർ കളർ എടുക്കുള്ളൂ, സോളിഡ് കളർ എന്ന് കണ്ടല്ലോ, പർട്ടിക്കുലർ കളർ എടുത്തു, അപ്പോൾ റെഡ് കളർ എടുത്തു. റെഡ് കളറിൽ പക്ഷേ നമ്മൾ ഡിഫറെൻറ്റ് സൈസസും ഒരുമിച്ചിടും. 38, 40, 42, 44 ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, ഒരു കാർട്ടണിൽ തന്നെ ഇടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ സോളിഡ് കളർ അസോർട്ടഡ് സൈസ് എന്ന് പറയും. മനസ്സിലായോ? പിന്നെന്താ അസോർട്ട്, അതായത് അസോർട്ട് കളർ ആകുമ്പോൾ എങ്ങനെയാണ്, അസോർട്ട് കളർ ആകുമ്പം ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും, പക്ഷേ സോളിഡ് സൈസിൽ വരുന്നത്. മൂന്നാമത്തെയാണ് പറയുന്നത്. അസോർട്ടഡ് കളർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് കളേഴ്സ് പക്ഷേ സോളിഡ് സൈസ്. അപ്പോൾ 40 സൈസ് മാത്രമാണെങ്കിൽ 40 സൈസിലുള്ള ഡിഫറെൻറ്റ് കളേഴ്സ്, റെഡ്, ബ്ലൂ, യെല്ലോ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം കൂടെ പല കളേഴ്സിൽ പക്ഷേ 40 സൈസ് മാത്രം ഒരു കാർട്ടൺ ആക്കും, ഒരു ബോക്സ് ആക്കും. ഓക്കെ, അസോർട്ടഡ് കളർ അസോർട്ടഡ് സൈസ് ആകുമ്പോഴോ പല കളേഴ്സ് ഒരുമിച്ചിടുന്നുണ്ട്, പിന്നെ പല സൈസിലുള്ളതും കൂടെ നമ്മൾ ഒരുമിച്ച്. അപ്പം 4 മനസ്സിലായല്ലോ. ഫസ്റ്റ് വൺ പറഞ്ഞത് ഒരു കളറ് ഒരു സൈസ് മാത്രം ഒരു കാർട്ടൺ ബോക്സ്. സെക്കൻഡിൽ പറഞ്ഞത് ഒരു കളറ് പക്ഷെ പല സൈസസും ആ ബോക്സിലുണ്ടാവും. മൂന്നാമത്തത് പല കളേഴ്സ് പക്ഷെ ഒരേ സൈസിലുള്ളത്. നാലാമത്തത് പല കളേഴ്സും പല സൈസസും കൂടെ ഒരു കാർട്ടണിലിടും. അതായത് കാർട്ടൺ എന്ന് പറഞ്ഞാൽ വലിയ കാർഡ്ബോർഡ് ബോക്സിനെയാണ് നമ്മൾ കാർട്ടൺ എന്ന് പറയുക. ഓക്കെ.